റബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ഇഞ്ചിക്കറി. അപ്പോൾ ഇഞ്ചിക്കറി പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചി ഒരു മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊരു ടിപ്പാണ്. അപ്പം നമുക്ക് ഈ ഇഞ്ചി കുതിർന്ന് വരുമ്പോൾ നന്നായിട്ട് ചുരണ്ടി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയുടെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടിയെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഇഞ്ചിയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഇഞ്ചിയെല്ലാം തൊലി കളഞ്ഞിട്ട് ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 കപ്പോളം ഇഞ്ചിയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുകൂടാതെ ഞാനിവിടെ ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 കപ്പാണ് അതും ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എണ്ണ ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് മൂപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഇഞ്ചി കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ പോവും. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടത് റോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പം നമ്മുടെ ഇഞ്ചിയുടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഇഞ്ചിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാനിവിടെ ബാക്കി കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതുകൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അധികം മൂത്ത് പോകാൻ പാടില്ല. ഒരു കറക്റ്റ് പരുവത്തിന് വേണം മൂപ്പിച്ചെടുക്കാൻ. ഞാൻ പണ്ടും ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത്. ഇതുവരെ ആ ഇഞ്ചിക്കറിയുടെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഇവിടെ ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇഞ്ചി പൊടിച്ചത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളിയും പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഇഞ്ചിയും ചെറിയ ഉള്ളിയുടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം.
അടുത്തതായിട്ട് നമുക്ക് ആ സെയിം എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതും കൂടി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അതും കൂടി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കണം. കടു പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഇഞ്ചിയൊക്കെ റോസ്റ്റ് ചെയ്തെടുത്ത എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൽ നിന്ന് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ ഇവിടെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയിലേക്ക് പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പലതരത്തിൽ ഇഞ്ചിക്കറി തയ്യാറാക്കാറുണ്ട്. ഈ ഒരു രീതിയിലും പിന്നെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഇട്ട പോലുള്ള രീതിയിലും തയ്യാറാക്കാറുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു കയ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇഞ്ചിക്കറി ഒരു ദിവസം തൊടാതെ വെച്ച് പിറ്റേ ദിവസം കഴിക്കാൻ എടുക്കുമ്പോഴായിരിക്കും നല്ലൊരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഇഞ്ചിക്കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ഇന്നേവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കണേ. വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.